ജീവാംശമായി. രചന വർണ്ണങ്ങൾ. ശ്രീകോലുമ്പിൽ തൊഴുകൈകളോടെ കണ്ണുകളടച്ച് നിൽക്കുന്നവരുടെ പിന്നിലായി ഞാനും നിന്നു. ഭഗവാനെ നോക്കി ഒരു നിമിഷം പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി. കണ്ണുകൾ എന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അരികിൽ നിൽക്കുന്നവളിലേക്ക് നീണ്ടു. അന്ന് ആദ്യമായി കാണും പോലെ അതേ കൗതുകത്തോടെ ഞാൻ അവളെ നോക്കി നിന്നു. അത്രമേൽ പ്രണയം ആ ദൃഷ്ടിയിൽ പോലും പകർന്നു നൽകിക്കൊണ്ട്. എന്റെ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായത് ഇവളാണ്, എന്റെ പെണ്ണ്. നീല പട്ടുപാവടയണിഞ്ഞ് മുടിയിൽ ചൂടിയ തുളസിക്കതിരും നേർത്ത വില്ല് പോലെയുള്ള പുരികങ്ങൾക്കിടയിലെ കുഞ്ഞു പൊട്ടും അതിനു മുകളിലായുള്ള ചന്ദനക്കുറിയും നീളൻ കരിമഷി കണ്ണുകളുമുള്ള ഇവൾ അവന്തിക, എന്റെ ആമി. എന്റെ ഹൃദയം വീണമീട്ടുകയായിരുന്നു. പ്രണയനാഥം ഒഴുകിയിറങ്ങുന്ന ഹൃദയതന്ത്രികളിൽ ഒരേ ഒരു ഈണം മാത്രം, ആമി, ആമി എന്ന് മാത്രം. ചുറ്റുമൊന്ന് കണ്ണോടിച്ച് അടുത്തൊന്ന് ആരുമില്ലെന്ന് ഉറപ്പിച്ചു. ഒന്നുകൂടെ ചേർന്ന് ഇന്ന് അവിടെ കാതോരമെല്ലാം ചോദിച്ചു, കാര്യമായ പ്രാർത്ഥനയിലാണല്ലോ, എനിക്ക് വേണ്ടിയാണോ? എന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ നിമിഷം ആ കണ്ണുകളൊന്ന് പിടഞ്ഞു. ചുണ്ടിൽ ഒളിവെട്ടിയ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൾ കണ്ണു തുറന്നു. എന്നെ നോക്കാതെ പ്രസാദം വാങ്ങി തിരിഞ്ഞടന്നു. കാത്തു നിന്നും അടുത്തതിന്റെ പരിഭവമാണ്. ഞാൻ അവൾക്കൊപ്പം തന്നെ വെച്ചു പിടിച്ചു. ആമി. അമ്പലത്തിന്റെ പുറത്തെത്തിയതും ഞാൻ നീട്ടി വിളിച്ചു. കനത്തിലൊന്നും മൂളി അവൾ. ഒന്നും മിണ്ടുന്നില്ല പെണ്ണ്. പ്രസാദത്തിൽ നിന്നും ചന്ദനമെടുത്ത് കൈയെത്തിച്ച് എന്റെ നെറ്റിയിൽ തൊട്ടു. ചന്ദനത്തോടൊപ്പം അവളുടെ വിരലിന്റെ തണുപ്പ് നെറ്റിത്തടത്തിൽ നിന്നും എന്റെ ശരീരത്തിൽ ആകമാനം പടരുന്നതറിഞ്ഞു. മുഖം ഇപ്പോഴും കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ കേട് തീർക്കുന്നത് ഇനിയും നുള്ളിയും അടിച്ചു നോക്കിയാവുമെന്ന് ഞാൻ ചിരിയോടെ ഓർത്തു. സ്നേഹമായാലും പരിഭവമായാലും അവൾ പ്രകടിപ്പിക്കുന്ന ഇത്തരത്തിലാണ്. അവളുടെ കുറുമ്പുകൾ എനിക്കേറെ ഇഷ്ടമാണ്. നാട്ടുവഴികളിലൂടെ ഞങ്ങൾ നടന്നു. തഴുകി തലോടി അകലുന്ന ഇളം തെന്നൽ അവളുടെ മുടിയിഴകളെ ലാളിക്കുന്നുണ്ട്. ആമി, സോറി മോളെ, ഇനി. മൗനത്തെ ഭേദിച്ച് ഞാൻ അത്രയും പറഞ്ഞപ്പോഴെങ്കിലും വെട്ടിത്തിരിഞ്ഞവൾ എനിക്ക് അഭിമുഖമായി നിന്നു. ഇനി നേരത്തെ വരെ ആമി, ഒറ്റ തവണയില്ലേ, ഇതെല്ലാം നീ പറയാൻ പോകുന്ന ഈശു, വേണ്ട കേട്ടോ, സ്ഥിരം പല്ലവി. പുരികമുയർത്തി ഇടുപ്പിൽ കൈകുത്തിന്നുകൊണ്ടുള്ള പറച്ചിൽ കേട്ട് എനിക്ക് ചിരി വന്നു. പിടിച്ചു വെക്കാൻ കഴിയാതെ ഞാൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരി അവളിലേക്കും പടർന്നു. കണ്ണടച്ച് പിടിച്ച് പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ ആമിയെ കണ്ണെടുക്കാതെ ഞാൻ നോക്കി നിന്നു. ഇത്തവണത്തെ കൂടി ഞാൻ ക്ഷമിച്ചു കേട്ടല്ലോ. ചിരി നിർത്തി അവൾ എനിക്കരികിലേക്ക് വന്നിന്നു പറഞ്ഞു. അപ്പോഴവളുടെ മുഖത്ത് ഉറ്റു നിൽക്കുന്ന അവളുടെ കണ്ണുകളിലെ മായാചാരം തിരയുന്ന എൻ്റെ കണ്ണുകൾ പിൻവലിഞ്ഞിരുന്നില്ല. അതുകണ്ട് ആമി നാണത്തോടെ തലകുനിച്ച് നിന്നു. കവിളിൽ തെളിഞ്ഞ ചുവപ്പ് അവളുടെ ഭംഗി ഇരട്ടിപ്പിച്ചു. ആമി. അത്രമേൽ ആർദ്രതയോടെ ഞാൻ വിളിച്ചു. അവൾ അപ്പോഴും തലകുനിച്ച് നിൽക്കുന്നുണ്ട് പുഞ്ചിരിയോടെ. മുഖത്ത് നോക്കടാ. അവൾ മുഖമുയർത്തി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പരസ്പരം കാഴ്ചകൾ ഇടഞ്ഞു. ഒരിക്കലും നിന്റെ ഈ വിടർന്ന കണ്ണുകൾ എൻ്റെ മുമ്പിൽ താഴ്ത്തിരുതാമി. ഈ കണ്ണുകളിൽ എനിക്കായി മാത്രമുള്ള വർണ്ണവിസ്മയം, അതെനിക്ക് കാണണം എന്നും എപ്പോഴും. അവൾ നാണത്താൽ ഓടിയകലുമ്പോൾ വളയിലുക്കം പോലുള്ള ചിരി എനിക്ക് കേൾക്കാമായിരുന്നു. അന്തസ്സുള്ള സ്നേഹം നിറഞ്ഞേൽക്കുന്ന ഒരു നായർ തറവാട്ടിലായിരുന്നു ഞാൻ ഇന്ന് ആരോമൽ കൃഷ്ണ ജന്മം കൊണ്ടത്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനായതിനാൽ സ്നേഹവാത്സ്യങ്ങളുടെ നടുവിലാണ് വളർന്നത്. എല്ലാവർക്കും കാണുമല്ലോ, ചെറുപ്പം മുതലൊരു സുഹൃത്ത്. എൻ്റെ ബാല്യകാലം മുതലുള്ള ഒരേ ഒരു കൂട്ടായിരുന്നു അവന്തിക. അയൽവാസികളായിരുന്നു ഞങ്ങളുടെ വീട്ടുകാർക്കിടയിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നാട്ടിൽ അറിയപ്പെടുന്ന കൂട്ടുകാരായി ഞങ്ങൾ ബാല്യം കടന്നു. വിദ്യാലയ മുറ്റത്തെത്തിയതും ഒരുമിച്ച് തന്നെ. അങ്ങനെ 7ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് സുഹൃത്ത് എന്നതിലുപരി ആമിയോട് എനിക്കെന്തോ തോന്നി തുടങ്ങിയത്. ഒരേ ക്ലാസ്സിൽ തന്നെ 10ാം തരം വരെ പരസ്പരം എല്ലാം പങ്കുവച്ചും പഠനത്തിൽ മികവ് കാണിച്ചും ഞങ്ങൾ സന്തോഷമായി കാലങ്ങൾ കഴിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഞങ്ങൾ സ്കൂളിനോട് വിട പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ ഒരേ സ്കൂളിൽ പഠനം ആരംഭിച്ചു. ഇതിനോട് ഞങ്ങൾ ഒരുപാട് അടുത്തു. പഠനത്തിൽ മുന്നിട്ടുന്ന ഉറ്റ സുഹൃത്തായ ഞങ്ങളുടെ പ്രണയം ആശ്ചര്യത്തോടെ കൂട്ടുകാർ നോക്കിക്കണ്ടു. ഞങ്ങൾ നോക്കുന്ന കണ്ണുകളിൽ ചിലതിൽ അത്ഭുതമായിരുന്നു, മറ്റു ചിലർക്ക് അസൂയയും. ആമിക്ക് ഞാനവിടെ ലോകമായിരുന്നു. കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും അതിലേറെ സുഖമുള്ള ഇണക്കങ്ങളുമായി ഞങ്ങൾ സ്വപ്നലോകത്ത് പാറി നടന്നു. ആമിയുടെ മനോഹരമായ കണ്ണുകളാണ് എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഋതുക്കൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി ഞങ്ങളുടെ പ്രണയവും വളർന്നു. ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ തീർത്ത കൗമാരത്തിന്റെ ചാപല്യമല്ല ഞങ്ങളുടെ പ്രണയമെന്ന തിരിച്ചറിവ് ദിനം പ്രതിയുള്ള അതിന്റെ വളർച്ചയിൽ നിന്നും മനസ്സിലായി. +2 അവസാനം ഞങ്ങളുടെ ടൂർ വന്നെത്തി. ഓർമ്മകളുടെ താളുകളിൽ കുറിക്കാൻ എല്ലാവരും അവരവർക്ക് പ്രിയപ്പെട്ട് തേടി പോകുമ്പോൾ അന്ന് ആദ്യമായി ഞങ്ങളുടെ പ്രണയം പുതിയ പടവുകൾ ചവിട്ടിക്കയറി. മറക്കാനാവാത്ത ആ ദിനങ്ങളിൽ ഞങ്ങൾക്ക് ഇരട്ടി മധുരമായിരുന്നു. ആമിയയുടെ സ്നേഹമുദ്ര എൻ്റെ അധരങ്ങളിൽ പതിപ്പിച്ച ദിനം. റോസാപ്പൂക്കളുടെ മൃദുലതയാർന്ന അധരങ്ങളിൽ ആവോളം പ്രണയം നുകർന്നു. ആത്മാവ് ഒന്നാവും പോലെ ആഴത്തിൽ ഞങ്ങൾ പ്രണയം കവർന്നുകൊണ്ടിരുന്നു. യൗവനത്തിന്റെ കുസൃതികൾക്കും പഠനത്തിനും തുടക്കം കുറിച്ച ഞങ്ങൾക്ക് 2 കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടിയത്. ഫോണിലൂടെ ഞങ്ങൾ പ്രണയം പങ്കുവെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ആമിയുടെ വീട്ടുകാരോട് ഞങ്ങളുടെ കാര്യത്തെപ്പറ്റി സംസാരിച്ചു. ജാതിയും മതവും സമ്പത്തും ഉയർച്ച താഴ്ചകളും പറഞ്ഞ് അവർ ശക്തമായി എതിർത്തു. എൻ്റെ ആമി ഒരുപാട് കരഞ്ഞു. ജാതിയുടെയും മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചു എല്ലാവരും മനുഷ്യരാണെന്ന തത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. അല്ലെങ്കിലും പ്രണയം അനശ്വരമാണെങ്കിൽ അതിലൊന്നൊരു തടസ്സമാവില്ലല്ലോ.
അവളെ മുറിയിൽ പൂട്ടിയിട്ടു. അവർക്ക് അവൾ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. കരഞ്ഞ് തളർന്നിരുന്നു അവൾ. നിശ്ചയത്തിന് 2 ദിവസം മുമ്പുള്ള രാത്രി അവളെന്നെ വിളിച്ചു. കിച്ചു, നീ എവിടെയാണ്? എനിക്ക് കാണണം, ഇപ്പൊ തന്നെ കാണണം എന്ന് വാശി പിടിച്ചു. അവളോടുള്ള സ്നേഹക്കൂടുതൽ ആ രാത്രി തന്നെ അങ്ങോട്ടേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിച്ചു. എന്നെ കാത്തു നിന്നവൾ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കിച്ചു, എന്നെ വിട്ട് പോവല്ലേ, നീയില്ലാതെ എനിക്ക് പറ്റില്ല. ആ കവിളിൽ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികളെ തുടച്ച് ഞാൻ അവളെ ചുംബിച്ചു. അവളുടെ മുറിയിലിരുന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. പ്രണയം അതിൻ്റെ ഉച്ചസ്ഥായിലാകവേ ആമിയുടെ നിർബന്ധപൂർവ്വമുള്ള വാക്കുകൾ. മനസ്സുകൊണ്ട് നമ്മളൊന്നാ, എല്ലാ തരത്തിലും അതൊന്നാവണം. അങ്ങനെ അന്നത്തെ രാത്രി ഞങ്ങൾക്കിടയിലെല്ലാം നടന്നു. ഒരുപാട് രാത്രിയായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ. കഴിഞ്ഞുപോയ നിമിഷങ്ങളെ മനസ്സിൽ താലോലിച്ച് നിദ്രയിലാഴുന്നു. രാവിലെ ഉറക്കമുഴന്ന് എന്നെ തേടിയെത്തിയത് എൻ്റെ ആമി. അവൾ പോയി എന്ന വാർത്തയായിരുന്നു. മതവും ജാതിയും കെട്ടിപ്പിടിച്ചിരുന്നവർ കാരണം അവളെ അവസാനമായി കാണാൻ ചെന്ന് എന്നെ അവർ വിലക്കി. ഒരുത്തനും ഒന്നും പറയണ്ട, ഞാൻ കാണും എൻ്റെ ആമിയെ. എൻ്റെ ശബ്ദമുയർന്നു അവളുടെ വീടിന് മുമ്പിൽ. വേർപാട് വേദനയേക്കാൾ ഉപരിതരം ശൂന്യതയാണ് നമുക്ക് നൽകുക. നിലവിളക്കിന് മുമ്പിൽ തൂവെള്ള പുതപ്പിച്ച് കിടത്തിയ അവളെ ഒറ്റ തവണയെ ഞാൻ നോക്കിയുള്ളൂ. വയ്യ, എൻ്റെ കിച്ചിന് വയ്യ ആമി. എന്നെ നോക്കാതെ കണ്ണുകൾ അടഞ്ഞു കാണാൻ എനിക്കിഷ്ടമല്ല പോളെ. പിന്നീടുള്ള ദിനങ്ങൾ ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇരുട്ടിനെ കൂട്ടുപിടിച്ച് 4 ചുമരുകൾക്കുള്ളിൽ ദാജലം പോലും ഇറക്കാനാവാതെ മരവിച്ചിരുന്ന ദിനരാത്രങ്ങൾ. കണ്ണടക്കുമ്പോൾ ആ കണ്ണുകളിലെ മായാചാലമാണ് മുന്നിൽ തെളിഞ്ഞു വരുന്ന പോലും. എന്റെ ഹൃദയത്തിൽ അവളാൽ തീർക്കപ്പെട്ട സ്നേഹപ്രവാഹം നിലച്ചു. കാർമുകിൽ മൂടിയ നിർജീവ ഹൃദയം വെറും ഇടിപ്പ് മാത്രം ശേഷിക്കുന്നു. ഹൃദയത്തിൽ മുറിവുണ്ടാക്കി അതിൽ നിന്ന് രക്തം വാർന്ന് പിടയുന്ന പോലെ ഓരോ ദിനങ്ങളും. ഞങ്ങൾ പ്രണയം പങ്കിട്ട വഴികളിലൂടെ നടക്കുമ്പോൾ ഒരു നിഴലെന്നും എന്നെ പിന്തുടരാറുണ്ട്. ആ നിമിഷം ഉള്ളിലേക്ക് കടന്നു വരുന്നത് കരിമഷി കറുപ്പ് കലർന്ന ആ നീളൻ കണ്ണുകളാണ്. അതവളാണ്. 2 തവണ മരണത്തിൽ നിന്ന് പോലും എന്നെ രക്ഷിച്ച, ജീവിക്കാൻ പറയാതെ പറഞ്ഞ ഈ കിശുവിൻ്റെ മാത്രമായ ആമി.